ഹായ് ചെല്ലഗിളീസ്, ഓണമൊക്കെ അല്ലേ, നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് ആയാലോ? ഫാമിലി ആയിട്ടാണ് പോകുന്നത്. കുട്ടികളും ഹസ്ബൻഡും മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് പോകുന്നതെന്ന് അപ്പൊ നമുക്ക് വഴി. അങ്ങനെ ഞങ്ങളിതാ എത്തിയത് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലാണ്. ശരിക്കും പറഞ്ഞാൽ ഓണം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. എവിടെ നോക്കിയാലും ഫുൾ ഒരു ഓണത്തിൻ്റെ ആംബിയൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. ഞങ്ങൾ സമയം കളയാതെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആദ്യം വന്നത് സ്റ്റുഡിയോയിലാണ്. അവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കളുടെ പ്രായത്തിനുള്ള കുഞ്ഞുങ്ങൾക്കുള്ള കളക്ഷൻസ് ഒന്നും അധികം അവിടെ ഞാൻ കണ്ടില്ല. അതേസമയം ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ലേഡീസിനും ജെൻസിനും ഒക്കെ എൻ്റെ പിന്നെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അതൊക്കെ ഓക്കെയാണ്. കോഡ് സെറ്റ് ആയിക്കോട്ടെ, ടീഷർട്ടൊക്കെ അടിപൊളിയായിട്ട് ലേഡീസിന് കിട്ടുമായിരുന്നു. അപ്പം അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വീണ്ടും മാക്സിലേക്ക് വന്നു. അവിടെ എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും പറ്റിയ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമില്ല, എൻ്റെ മക്കൾക്ക് ബാഗി മതി എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറൊന്നും അധികം ഇങ്ങനെ നോക്കിപ്പോയതല്ലാതെ അവർക്ക് ബാഗിയാണ് എടുത്തത്. മോൾക്കാണെങ്കിൽ ബാഗിയും ഒരു ടീഷർട്ടും അതോടൊപ്പം തന്നെ ഒരു ജംസ്യൂട്ടുമാണ് എടുത്തത്. മോനും അതേപോലെ തന്നെ ഒരു ബാഗ് എടുത്തു. അവന് ടീഷർട്ട് ഞാൻ വീണ്ടും സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് എടുത്തത്. പിന്നെ എനിക്കും അനിയത്തിക്കുമുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നോക്കി. ഞങ്ങൾ രണ്ടുപേരും ഒരു ഷർട്ടാണ് എടുത്തത്. ഹസ്ബൻഡിനും ഞാൻ സ്റ്റുഡിയോയിൽ നിന്നാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ അധികം നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ വേഗം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. കാരണം അനിയത്തിക്ക് ജോലിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിശപ്പും ഉണ്ടായിരുന്നു. കാരണം രാവിലെ തൊട്ട് ഇപ്പോൾ ഏകദേശം സമയം 4:45 വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഈഞ്ചയ്ക്കുള്ള തെക്വ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു മന്തി കഴിച്ചു. പിന്നെ മന്തിയേക്കാൾ സൂപ്പർ അവിടുത്തെ കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് ആയിരുന്നു. എൻ്റെ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. എന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ മതിയാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ചെന്നു. വൈകുന്നേരം വരുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ എന്തൊക്കെ എടുത്തു എന്നൊക്കെ ഉള്ളതൊക്കെ കാണിച്ചു. അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞു ഓണം പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിൽ എത്തിയേക്കുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ മടുത്ത്. കാരണം വെയിൽ, ഒന്നാമത്തെ കാര്യം വെയില്, ട്രാഫിക്, അതെല്ലാം കഴിഞ്ഞ് ഒത്തിരി ടയേർഡായിരുന്നേ. നമ്മളിപ്പോഴാണ് ജസ്റ്റ് ഫ്രീ ആയത്. കാരണം നമ്മൾ വാങ്ങിച്ച ഡ്രസ്സൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് ആയതാ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ നമ്മള് കാണണ്ടേ, കാണിച്ചു തരാം. അപ്പം ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പോയത് മാൾ ഓഫ് ട്രാവൻകൂറിലേക്കാണ്. അപ്പം അങ്ങനെ പോകാൻ കാരണം അതാകുമ്പം അവിടെ തന്നെ സ്റ്റുഡിയോ ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്, രാമചന്ദ്രൻ ഉണ്ട്, അങ്ങനെ മാക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി അലയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം ഒരിടത്തുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ദൂരോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ പോയത് മാക്സിലോട്ടാ. മാക്സിൽ നിന്നാണ് നമ്മൾ കുറച്ചെടുത്തത്. അത് മാക്സിലേക്ക് ആദ്യം പോയത്. നല്ല സെലക്ഷൻ ഉണ്ടല്ലേ? സെലക്ഷൻ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല ഇതാണ്, സെലക്ഷൻ ആട്ടോ. കാര്യം പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ അത്രയും കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ല സെലക്ഷൻ ഒന്നും എനിക്ക് തോന്നിയില്ല. ഇതാകുമ്പം ഭയങ്കര വെറൈറ്റി. നമ്മളുടെ ഏജിനൊക്കെ ഉള്ളത് അത്യാവശ്യം സ്റ്റുഡിയോയിൽ. പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഓണത്തിന്റെ തലേ ദിവസമാണ് നമ്മൾ പോയത്. അപ്പൊ ഓൾമോസ്റ്റ് ഏകദേശം സെയിൽ ഔട്ട് ആയിപ്പോയി. കളക്ഷൻസ് ഒക്കെ കുറവായിരുന്നു രണ്ടിടത്തും. മാക്സിലായിരുന്നാലും സ്റ്റുഡിയോ ആയിരുന്നാലും കളക്ഷൻസ് ഒക്കെ ഏകദേശം കുറവായിരുന്നു. അത് കാരണം അതല്ല, ഇപ്പം സ്കൂൾ അടച്ചത് ഇങ്ങ് താമസിച്ചല്ലേ. അപ്പൊ നമുക്ക് അധികം ഒന്ന് മുൻപത്തെ തവണയൊക്കെ സ്കൂൾ അടച്ച 1-2 ദിവസം നമുക്ക് കിട്ടും ഓണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇതിപ്പം സ്കൂൾ അടച്ചു, പെട്ടെന്ന് തന്നെ ഓണമാകുന്നു. അതാണ് പ്രശ്നം. നമ്മൾ ആദ്യം എടുത്തത് എന്റെ മോക്കാണേ. ഒരു കുഞ്ഞു ജംസ്യൂട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും. അതാണ് സംഭവം. അവൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ ദേഹത്തൊക്കെ കുത്തുന്ന ടൈപ്പ് ഡ്രസ്സൊന്നും അവൾക്ക് ഇഷ്ടമല്ല, ഇടത്തില്ല. ഇതാകുമ്പോ നല്ല സോഫ്റ്റ് ആണ്. നല്ല രസമുണ്ട്, കാണാനും നല്ല രസമാണ്. നല്ല സോഫ്റ്റ്, നമുക്ക് തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. അതേപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. അപ്പൊ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നേ. ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. അടുത്തത് അവൾക്ക് തന്നെ വേറൊരു ഡ്രസ്സ് മേടിച്ചായിരുന്നു കണ്ടോ. ഇത് ഒരു ഗ്രീൻ ആണ്, ഗ്രീൻ ടീഷർട്ടാണ്. ഇത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പോയി എടുത്തതാണ്. പിന്നെ ഭയങ്കര ക്യൂട്ടാ കണ്ടോ, നല്ല ഇഷ്ടം. പെൺകുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഇടുമ്പോഴേക്ക്. ഇതിന് തന്നെ മാച്ചായിട്ട് ഒരു
ഇത് സംഭവം അവക്കൊരു അബദ്ധം പറ്റിയതാണ്. അവള് ബാഗി പാന്റ് എന്ന് പറഞ്ഞ് എടുത്തത് വാങ്ങിച്ചതാണ്. അവള് ബാഗി നമ്മളുടെ അവള് പറഞ്ഞു അവൾക്ക് ബാഗി മതി എന്ന് പറഞ്ഞ് എടുത്തു. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇത് ബാഗി ഇല്ല എന്നൊക്കെ മനസ്സിലായത്. അവള് നമ്മളോട് പറയാം, എനിക്ക് ശരിക്കും പറഞ്ഞ ബാഗി എന്നാന്ന് അറിയത്തില്ല. ഈ ഒരു കണ്ടോ ഒരു രണ്ട് വശത്ത് പോക്കറ്റ് ഉള്ളതാണ് ബാഗി എന്ന് അവള് പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരു സൈഡിലെ പോക്കറ്റ് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. വീട്ടിൽ വന്നപ്പോ അടുത്ത പോക്കറ്റ് കാണാനില്ല. അവക്കത് ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷെ അത് ഇഷ്ടപ്പെട്ടു. എങ്കിലും ബാഗി പാന്റ് അല്ലല്ലോ നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ മാക്സിം തന്നെയാ എടുത്തത്. നല്ല നല്ല ജീൻസ് ആയിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് അടുത്തത് വന്നിട്ട് ഇത് നമ്മുടെ ട്യൂറ്റൻ എടുത്തവര്. ഇത് ബാഗി പാന്റ് ആണ്. അവന് ബാഗി പാന്റ് മതി, വേറെ ഒന്നും വേണ്ട. ഇത് ബാഗി പാന്റ് ആണ്. ഒരു ആഷ് കളർ പോലത്തെ ഒരു ബാഗി പാന്റ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചേച്ചി രണ്ട് കാര്യം കൊണ്ടാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവന്റെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചു. ജീൻസ് ഒക്കെ എടുത്താൽ കഴുകി നമ്മൾ മടുക്കും. പെട്ടെന്ന് നല്ല മെറ്റീരിയൽ ആട്ടോ. വേറെ മെറ്റീരിയൽ ആണ്. നല്ല മെറ്റീരിയൽ കൊള്ളാം. ഇതാണ്. പിന്നെ അടുത്തത് ഞാനിത് എനിക്ക് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നോക്കത്തില്ല, കണ്ണു അടച്ച് നമ്മൾ എന്ത് ചെയ്ത് അങ്ങ് എടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് ക്രോപ്പ് ടോപ്പ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇടാനായിട്ട് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇത് ഞാൻ വന്ന് ഇട്ട് നോക്കി. ഇപ്പൊ ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഇരുന്നോളും. നല്ല ഭംഗിയാട്ടോ കാണാൻ. നമ്മളിപ്പോ ഇതിൽ കാണുന്ന പോലെയല്ല, നല്ല സോഫ്റ്റും ആണ് കാണാൻ. നല്ല രസമാണ്. ഇതിൽ വീഡിയോയിലാണ് അധികം അറിയാൻ പറ്റുന്നത്. നല്ല ഡാർക്ക് ബ്ലാക്കില് അത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഫ്ലോറൽ പ്രിന്റ് ഉള്ള പൂവാണ്. എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ്. നല്ല രസമുണ്ട്. അടുത്തത് എനിക്കെടുത്ത ഡ്രസ് ഞാൻ കാണിച്ചു തരാം. എനിക്കെടുത്തത് ഒരു ടീഷർട്ട് അല്ല, ഒരു ഷർട്ടാണ്. കണ്ടോ, ഇത് വന്നിട്ട് നമ്മൾ എവിടെ നമ്മളെടുത്തത് എടുത്തത്. ഇത് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങള് ഒന്ന് സ്റ്റുഡിയോയിലൊക്കെ എന്ത് ചെയ്തു, പോയി ട്രെൻഡ്സിലൊക്കെ ഒന്ന് പോയി കറങ്ങി വന്ന് വീണ്ടും നമ്മൾ സ്റ്റുഡിയോയിലല്ല പോയി. ഏകദേശം സെയിൽ ഔട്ട് ആയതുകൊണ്ട് കളക്ഷൻസ് കുറവായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും മാക്സിൽ തിരിച്ചു വന്നിട്ട് എടുത്തതാണ്. സത്യം പറഞ്ഞ എനിക്കിത് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇത് വിളിട്ട് നമ്മൾ ട്രയൽ റൂമിൽ ചെന്ന് നോക്കിയപ്പം ഇവർക്ക് അത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കോളർ വരുന്ന സംഭവങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തം, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് നന്നായിട്ട് ചേരുന്നുണ്ട് അവക്ക്. എനിക്ക് പിന്നെ ചേച്ചി പറഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ എന്റെ ഓൾമോസ്റ്റ് ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ ചേച്ചിയുടെ അടുത്താണ് ചോദിക്കുന്നത്. ഡ്രസ്സ് മാത്രമല്ല, ഞാൻ ഒരു ഇത് ലിപ്സ്റ്റിക്കിന്റെ ഒരു ഷെയ്ഡ് വാങ്ങിക്കുന്ന പോലെ ചേച്ചി എടുത്ത്, ചേച്ചി ഇത് ചേരും, എനിക്ക് കൊള്ളാം എന്ന് ചോദിച്ചിട്ടാണ് ഈ എടുക്കാറ്. കണ്ണാടി വേണ്ടെന്നാണ്. അങ്ങനെ എടുത്തതാണ് കേട്ടോ. പക്ഷെ എനിക്ക് കൊള്ളാം കേട്ടോ. എനിക്ക് ചേർന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കോളർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു രക്ഷയില്ല. എന്റെ ദൈവമേ, ഇതിന്റെ നല്ല സുഖമാണ് പിടിക്കാൻ വേണ്ടി. നല്ല രസമാണ് കേട്ടോ. നല്ല ഡ്രസ്സാട്ടെ. എനിക്ക് നന്നായിട്ട് ചേരും. എല്ലാവർക്കും ചേരുന്നല്ലേ, ചെക്കല്ലേ. ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീനും വൈറ്റും ബ്ലാക്കും ഒക്കെ വരുന്ന ഒരു ചെക്ക് ഷർട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ അടുത്തത് അവളത് എടുത്തപ്പോ എനിക്ക് ഒരു അസൂയ. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്തു, അത് തന്നെ പോയെടുത്തു. അതാകുമ്പോ നമുക്ക് ഒരുമിച്ച് വല്ല റീൽസ് ഒക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എനിക്ക് പറഞ്ഞ ഒരുമിച്ച് ഡ്രസ് ഇടുന്ന ഇഷ്ടമില്ല, എന്നാലും കുഴപ്പമില്ല, കാണാനായിട്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, എടുത്തത്. കൊള്ളാം കേട്ടോ, നല്ല രസമാണ്. അടുത്തത് എന്റെ ഒരു ബ്രദറിന് എടുത്തതാണ്. എന്റെ ഹസ്ബൻഡ്. ഈ ബ്രദർ അയ്യോ, ആ ബ്രദർ തന്നെയാണ് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇത് എടുത്തതാണ് സ്റ്റുഡിയോയിൽ നിന്നാണേ. അപ്പൊ സ്റ്റുഡിയോയില് ജെന്റ്സിനും നമ്മള് ലേഡീസിനൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെന്തോ കാർഗോയാണോ ബാഗ് അല്ല, നമുക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഈ ബാഗ്, ഈ കാർഗോ, അതിന്റെയൊക്കെ എന്താണ് ഡിഫറൻസ് എന്നുള്ള കാര്യം അറിയത്തില്ല. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പം കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങ് എടുത്തു എന്നുള്ളതാണ് ഇതിന്റെ കളർ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇത്രയും നന്നായിട്ട് അറിയത്തില്ല. ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ കളറാന്ന് തോന്നേ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇതിലൊരു ബ്ലാക്ക് ഷർട്ടാണ് കേട്ടോ എടുത്തത്. നല്ല ചേട്ടന് ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചേട്ടന് പിന്നെ ബ്ലാക്ക് ഷർട്ടേ ഇഷ്ടമുള്ളൂ. എവിടെ ചെന്നാലും ബ്ലാക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നല്ല ചേരുന്നുണ്ട്. അങ്ങനെ എടുത്തതാണ്. ഇത് പിന്നെ ബ്ലാക്കിന് മാത്രമല്ല, വൈറ്റിനും എല്ലാ കളറിനും ചേരുന്നുണ്ടായിട്ട്. അപ്പം ഇതാണ് നല്ല മെറ്റീരിയൽ ആട്ടോ. രണ്ടും കൊള്ളാം, സൂപ്പറാണേ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഓണം പർച്ചേസിങ്. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഒരു ദിവസം അടിച്ചു പൊളിച്ചു. പക്ഷെ കൊള്ളാം. ഇത് ഓണമൊക്കെ ആയതുകൊണ്ടാണ് തിരക്കും. വലഞ്ഞെന്ന് വെച്ചാൽ വലയും ചെയ്തു, അടിച്ചു പൊളിച്ചു. വലഞ്ഞെന്ന് വെച്ചാൽ അവിടെയല്ല നമ്മൾ വലഞ്ഞത്, യാത്രയിലാണ് നമ്മൾ. ഉച്ച സമയമൊക്കെ പോകുമ്പോഴേക്കും ഭയങ്കര ചൂടായിരിക്കത്തില്ല, ആ ഒരു ബുദ്ധിമുട്ട്. ടൂ വീലറിലൊക്കെ പോകുമ്പോഴേ കൊള്ളായിരുന്നല്ലേ. അപ്പം ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ?
ഇതൊക്കെയാണ് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ഓണം വിശേഷങ്ങള്. അപ്പൊ ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേണമെങ്കിൽ ഷെയർ കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ടാറ്റാ.